നെക്സ്റ്റ് വെർട്ടിക്കൽ അപ്വേർഡ് മോഷൻ. ഒരു സാധനത്തിനെ വെർട്ടിക്കലി മേലോട്ട് എറിയുന്ന കഥ. ഓക്കെ, ഒന്നുമില്ല. ഒരു സാധനത്തിനെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എവരി 1 സെക്കൻഡിൽ വെലോസിറ്റി 9.8 വെച്ച് കൂടി വരും അല്ലേ? അപ്പം മേലോട്ട് എറിഞ്ഞാലോ എവരി 1 സെക്കൻഡിൽ വെലോസിറ്റി 9.8 വെച്ച് കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ വെലോസിറ്റി കുറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ബോഡിക്ക് ഉണ്ടാകുന്ന എന്താണ്? റിട്ടാർഡേഷൻ ആണ്. വെലോസിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? റിട്ടാർഡേഷൻ ആണ്. അപ്പം നമുക്ക് ആ കഥ പറയാം. നിങ്ങളൊരു ബോഡിയെ മേലോട്ട് എറിയുകയാണ്. അപ്പം എൻ്റെ ഈ പേനെ മേലോട്ട് എറിയുന്നു. വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി? ഗായത്രി പറയൂ, വാട്ട് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി? 0 അടി കിട്ടും. നോക്ക്, എൻ്റെ ഈ പേനയെ മേലോട്ട് എറിയണമെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ അതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കേ ഉള്ളൂ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്ര അല്ല? 0 അല്ല ഗായത്രി. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? മേലോട്ട് എറിയണമെങ്കിൽ നിങ്ങളൊരു വെലോസിറ്റി കൊടുക്കണം. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്. ഇത് മേലോട്ട് പോയി വെലോസിറ്റി കുറഞ്ഞു വന്ന് അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് അതാണ്. ഒരു ബോഡിയെ മേലോട്ട് എറിയുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയല്ല? 0 അല്ല. ഇനീഷ്യൽ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലേ മക്കളെ? മേലോട്ട് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞല്ലേ വരിക. അപ്പൊ ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണോ? അല്ല, റിട്ടാർഡേഷൻ ആണ്. അപ്പൊ നെഗറ്റീവ് സൈൻ ഇട്ട് എഴുതണം. ഇനി താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി 9.8 വെച്ച് കൂടി പോകുമെങ്കിൽ മേലോട്ട് പോകുമ്പോൾ വെലോസിറ്റി 9.8 വെച്ച് കുറഞ്ഞു വരും. അപ്പൊ ആക്സലറേഷന്റെ ആൻസർ -g എന്നെടുക്കും. എന്താ എടുക്കുക? -g. ഇത്രയും ഓർക്കുക, ഇത്രയും മാത്രം ഓർക്കുക. സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു ബോഡിയെ വെറുതെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇൻ എവരി 1 സെക്കൻഡ് വെലോസിറ്റി ഇൻക്രീസസ് ബൈ 9.8. സോ മേലോട്ട് ഒരു സാധനത്തിന് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമുക്ക് ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി 9.8 വെച്ച് കുറഞ്ഞു വരും. അങ്ങനെയല്ലേ? അപ്പൊ വെലോസിറ്റി കുറയുന്നു എന്ന് പറഞ്ഞാൽ ഡീസെലറേഷൻ ആണ് ഉണ്ടാകുന്നത്, റിട്ടാർഡേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? u. മേലോട്ട് പോകുമ്പോഴത്തേക്ക് എയുടെ വാല്യൂ എത്രയെന്ന് എടുക്കുക? -g. അപ്പർ മോസ്റ്റ് പോയിന്റിൽ അതിന്റെ വെലോസിറ്റി എത്രയാവും? ഫൈനൽ വെലോസിറ്റി അപ്പൊ എത്ര? 0. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാണ്. അതിനു മുമ്പ് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റൂ. നേരെ പറയണം. shall I consider a body thrown vertically upwards? What should be the velocity initially given? Can it be 0? No. If the initial velocity is 0, it will remain at the place where it is kept. So it must be given an initial velocity. So initial velocity is u. As it moves up, its velocity will decrease. Its velocity gradually decreases. In every 1 second, velocity velocity decreases by 9.8. Am I right? So as it moves up, velocity decreases by 9.8 like that. So at the uppermost point, its velocity becomes 0. So initial velocity is u, final velocity is 0. Then it is getting a retardation. So it is given negative sign. So what is answer? -g. Am I right? So next ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് എത്ര ഹൈറ്റ് വരെ പൊങ്ങി പോകുന്നതാണ്. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് s ആണ്. ഓക്കെ, s ആണ് ഇവിടെ h ആയിട്ട് എടുക്കുന്നത്. h എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ഇത് 3 ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കും അല്ലേ? അപ്പൊ നമ്മുടെ നോക്കൂ, h വേണം ഇക്വേഷനകത്ത്, അല്ലെങ്കിൽ s വേണം, ഈ സാധനങ്ങളും വേണം. അതുള്ള ഇക്വേഷൻ ഏതാ? v² - u² is equal to 2as അല്ലേ? ഇതിനകത്തുനിന്ന് s എന്ന് പറഞ്ഞാൽ എന്താണ്? what is s? s is equal to v² - u² by 2a എന്നല്ലേ? അപ്പൊ s ന് പകരം ഇവിടെ h is equal to പറയൂ. what is v? 0 square minus u² പറയൂ. u² divided by 2 into a യുടെ വാല്യൂ എത്രയാ? -g. അപ്പൊ h ന്റെ ആൻസർ പറയൂ. h is equal to -u² by -2g. അപ്പൊ h is equal to u² by 2g എന്നായില്ലേ? മൈനസ് ക്യാൻസൽ ആയി പോയി. So what is the height up to which your body reaches? Height up to which your body reaches is equal to u² by 2g. Height up to which your body reaches, see, it is equal to u² by 2g. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? സിമ്പിൾ കേസ്. നോക്കൂ, അപ്പൊ എന്താണ്? ഒന്നുകൂടെ പറയും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആരെ പറ്റിയാണ്? മേലോട്ടറിയുന്ന ഒരു ബോഡിയെ പറ്റിയാണ്. വെർട്ടിക്കലി മേലോട്ടറിയുന്ന ഒരു ബോഡിയെ പറ്റിയാണ്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര ആവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 0 ആയാൽ എന്ത് ചെയ്യും? അത് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. മേലോട്ട് പോകുമ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി എത്ര വെച്ച് കുറയും? എവരി 1 സെക്കൻഡിൽ 9.8 വെച്ച് കുറഞ്ഞു വരും.
അപ്പർ മോസ്റ്റ് പോയിന്റിൽ ചെല്ലുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറും? 0. അപ്പൊ ബോഡിയുടെ വെലോസിറ്റി കുറയുന്നത് കൊണ്ട് ബോഡിക്ക് ഉണ്ടാകുന്നത് ഡീസലറേഷൻ ആണ്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ്, അല്ലെ? അതിന്റെ വാല്യൂ നമ്മൾ എത്ര എന്ന് എടുക്കും? -g എന്ന് എടുക്കും. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് u, then ഫൈനൽ വെലോസിറ്റി 0 ആവും. എയുടെ വാല്യൂ എത്ര എന്ന് എടുക്കണം? -g. ഇനി എന്റെ ആഗ്രഹം എന്താണ്? ഈ ബോഡി എത്ര ഹൈറ്റ് വരെ പൊങ്ങുന്നു? അതിന് എന്താണ്? എസ് അല്ലെങ്കിൽ എച്ച് കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? v² - u² = 2as ഉപയോഗിക്കുക. ഇതിനകത്ത് എസ് എങ്ങനെ കണ്ടുപിടിക്കും? v² - u² / 2a എന്നാണ്. ഇതിനകത്ത് എസിന് പകരം എന്താണ്? എച്ച് ആണ്. അപ്പൊ h = ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കൂ. 0² - u² / 2 × a ക്ക് പകരം -g. അപ്പൊ ആൻസർ എന്ത് വരും? h = u² / 2g. This is a maximum height up to which your body rises. See, we are discussing about a body thrown vertically upwards. Its initial velocity is u. As it is moving upwards, in every 1 second, velocity is decreasing by 9.8. So as the velocity is decreasing, the body is getting deceleration. At the uppermost point, its velocity becomes 0. Then see, what is the initial velocity? U. Final velocity is 0. A minus g. Then I want the height up to which my body rises. So which equation will I use? v² - u² is equal to 2as. From that, what is s? S is equal to v² - u² / 2a. Instead of s, you substitute h. So put the values, you will get h is equal to u² / 2g. Any doubt? ഇനി അതിന്റെ ബാലൻസ് നമുക്ക് പറയാം. ഞാൻ മുമ്പ് ഒരു കൊച്ചു കാര്യം പറയാം. എൻ്റെ കയ്യിൽ ഒരു ബോഡി, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോഡിയെ മേലോട്ട് എറിയുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എറിയുന്ന ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഒരു 50 m/s ആണെന്ന് വെച്ചോളൂ. അപ്പോൾ 50 m/s വെലോസിറ്റിയിൽ ഞാൻ ഒരു സാധനത്തിൻ്റെ മേലോട്ട് എറിയുന്നു. എവരി 1 സെക്കൻഡിൽ വെലോസിറ്റി എത്ര വെച്ച് കുറയും? 9.8 വെച്ച് കുറയും. ആണേ, അതിനെ ഞാൻ 10 വെച്ച് കുറയും എന്നങ്ങ് എടുത്തോട്ടെ സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ എവരി 1 സെക്കൻഡിൽ വെലോസിറ്റി എത്ര വെച്ച് കുറയും? 10 വെച്ച് കുറയും. അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്രയാവും? ബോഡി മേലോട്ട് പോവാണ്. 1 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്രയാവും? 40 m/s ആവും. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ എത്രയാവും? 30 m/s ആവും. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 20 m/s ആവും. ആണേ, വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 10 m/s ആവും. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 0 m/s ആവും. ഇപ്പോ ഈ ബോഡി ഇങ്ങനെ എത്തി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അവിടെ നിന്ന് അത് താഴേക്ക് വരുമല്ലോ, അത് അവിടെ പോയി നിൽക്കുമോ? ബോഡി മേലോട്ട് എറിഞ്ഞ ബോഡി ഇപ്പൊ ഞാൻ എറിഞ്ഞതായോണ്ട് ഇനി ഫിസിക്സുകാരെ എറിഞ്ഞതായോണ്ട് അവിടെ പോയി നിൽക്കുമോ എക്സ്പെരിമെന്റിന് വേണ്ടി? ഇല്ലല്ലോ. അപ്പൊ അത് താഴോട്ട് ഇറങ്ങി വരും. അപ്പൊ നോക്കൂ, അപ്പൊ അവിടെ നിന്ന് ആ ബോഡീന് താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി? 0 m/s. 1 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാവും? 9.8 കൂടും. ഞാൻ 10 കൂടും എഴുതി. അപ്പൊ എത്രയായി? 10 m/s ആയി. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 20 m/s ആയി. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 30 m/s ആയി. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 40 m/s ആയി. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ 50 m/s ആയി. എന്റെ കയ്യിലേക്ക് അത് തിരിച്ചു വന്നു. അപ്പോ 50 m/s വെലോസിറ്റിയിൽ ഞാൻ മേലോട്ടെറിഞ്ഞ സാധനം മേലെ പോയിട്ട് തിരിച്ചെന്റെ കയ്യിലെത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി വീണ്ടും 50 ആണ്. ആണേ, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് മേലോട്ട് പോയി തിരിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും. ഓർത്ത് വെച്ചോണം. അപ്പൊ ഇവിടുന്ന് മേലോട്ട് വിട്ട വെലോസിറ്റി 50. ആ മേലെ പോയിട്ട് തിരിച്ച് അവിടെ എത്തുമ്പോൾ വീണ്ടും വെലോസിറ്റി എത്രയാവും? 50. ഞാൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, ചെവിയൊക്കെ തുറന്നു വെച്ചിരിക്കണം. ഇത് നമ്മൾ 10th സ്റ്റാൻഡേർഡ് അല്ല. അപ്പൊ എല്ലാ പോയിന്റും ചെവിയുടെ അകത്തോട്ട് അടിച്ച് കയറ്റണം. ഓക്കെ, അവിടെ തന്നെ ഇരിക്കണം, ഇറങ്ങിയൊന്നും പോരുത്, കിളിയൊന്നും പോരുത് കേട്ടോ. നോക്കൂ, ചില ആളുകൾക്കൊക്കെ കിളിയൊക്കെ ചിറകിട്ട് അടിച്ചു തുടങ്ങി. സോ ലിസൺ, അപ്പൊ നമ്മുടെ ഒരു ബോഡിയെ മേലോട്ട് എറിയുന്ന കേസാണ് ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ബോഡിയെ മേലോട്ട് എറിയുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി 50 m/s ആണ്. മേലോട്ട് എറിയുകയാണ് കേട്ടോ, മേലോട്ട് എറിയുന്നു. 1 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്ര കുറയും? 9.8 കുറയും. അത് നമുക്കറിയാം. 9.8ന്റെ പകരം സൗകര്യത്തിന് ഞാൻ എത്രയെന്ന് എടുത്തു? 10 എന്ന് എടുത്തു. അപ്പൊ 1 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്രയായി? 40 m/s ആയി. സംശയമുണ്ടോ? വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ വെലോസിറ്റി 30 m/s ആവും. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 20 m/s ആവും. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 10 m/s ആവും. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 0 m/s ആവും. ഓക്കെ, അപ്പൊ ഞാൻ എറിഞ്ഞ ബോഡി മേലറ്റത്തെത്തി. ഇനി അത് എന്ത് ചെയ്യും? അവിടെ നിന്ന് താഴേക്ക് വരുമെന്ന്. അപ്പൊ താഴേക്ക് വരട്ടെ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? താഴോട്ട് വരാൻ പാടാണ് 0 m/s. താഴേക്ക് വരികയാണ്. പറഞ്ഞോളൂ, 1 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്ര കൂടും?
9.8 കൂടും. ഞാൻ 10 വെച്ച് കൂടുന്നു എന്ന് പറയുന്നു. അപ്പോൾ എത്രയായി? 10 ആവും. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. വീണ്ടും ഒരു സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. വീണ്ടും ഒരു സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ്. വീണ്ടും ഒരു സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ്. വീണ്ടും ഒരു സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡ്. എൻ്റെ കയ്യിലേക്ക് ബോഡി തിരിച്ചെത്തിയത് കണ്ടോ? അപ്പൊ ഇവിടെ നിന്ന് എറിഞ്ഞ വെലോസിറ്റി 50 ആണ്. തിരിച്ച് അങ്ങ് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കും? 50 തന്നെ ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് മേലോട്ട് പോകാൻ എത്ര സമയം എടുത്തെന്ന് നോക്കൂ. 1, 2, 3, 4, 5. അപ്പൊ മേലോട്ട് പോകാൻ എത്ര സെക്കൻഡ് എടുത്തു? 5 സെക്കൻഡ്. താഴോട്ട് വരാൻ എത്ര സെക്കൻഡ് എടുത്തു നോക്കൂ. 1, 2, 3, 4, 5. താഴോട്ട് വരാൻ എത്ര സെക്കൻഡ് എടുത്തു? സെയിം ടൈം. അപ്പൊ അപ്വേർഡ് ജേണിക്ക് എടുക്കുന്ന ടൈമും ഡൗൺവേർഡ് ജേണിക്ക് എടുക്കുന്ന ടൈമും സെയിം ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ സ്റ്റാർട്ടിങ്ങോട്ട് പറയാം, നിങ്ങൾ പറയുക, ഇങ്ങോട്ട് ആൻസറുകൾ പറയണം. പറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സേ, ഐ എം കൺസിഡറിങ് a body projected vertically upwards. I am considering a body projected vertically upwards, thrown vertically upwards. So what is the initial velocity of the body? Initial velocity of the body is taken as 50 meter per second. Okay? After one more, see, your body is moving upwards. So what happens? In every 1 second, velocity decreases by 9.8 meter per second. For convenience, I am taking it as 10 meter per second. So in every 1 second, velocity decreases by 10 meter per second. Am I right? So after 1 second, the velocity becomes 40 meter per second. After one more second, velocity becomes 30 meter per second. After one more second, velocity becomes 20 meter per second. After one more second, velocity becomes 10 meter per second. After one more second, the velocity becomes 0 meter per second. Now the body is at the uppermost point. Am I right? Now it will come down. So now it is coming down. See, what is the initial velocity of the body? 0 meter per second. After 1 second, the velocity increases. See, in every one, body is coming down. In every 1 second, velocity increases by 9.8. You know, see, instead of 9.8, I am explaining as 10. See, in every 1 second, velocity will increase by 9.8. So starting velocity is 0. So after 1 second, velocity becomes 10 meter per second. After one more second, velocity becomes 20 meter per second. After one more second, velocity becomes 30 meter per second. After one more second, 40 meter per second. After one more second, 50 meter per second. Any problem? Now, the important point. See, what is the velocity with which the body is projected upwards? It is 50. The body returns back to the same point. Am I right? What is the velocity again? Again it is 50. See, the initial velocity is 50. It reaches up and it comes down. At the same point, it is moving with the same velocity. Am I right? Now, what is the time taken for upward journey? 1, 2, 3, 4, 5. Time for up journey, it is 5 seconds. Then what is the time for down journey? 1, 2, 3, 4, 5. So 5. Again, see, time for upward journey 5 seconds. Time for downward journey 5 seconds. That is, time for upward journey will be equal to time for downward journey. So these are the things to be kept in mind. So for a body thrown vertically upwards, time for up journey will be equal to time for down journey, and you consider a particular point. See, at the time of moving up, if the velocity is a particular value, while it is coming down, it reaches the same point with the same velocity. Am I right? Next, see, we have to formulate some equations using these. Listen properly. See, I have to calculate time for up journey. So I have to calculate time for up journey. Formally I am calculating. So in the previous case we were using an example. Am I right? So here formally we are putting the letters and calculating time for up journey. Shall I calculate? See, what is the initial velocity? Body thrown vertically upwards, initial velocity is u. Okay. Then what is A? A is minus G. No problem? No problem. Then I want the time for up journey. Am I right?
See, at the uppermost point, its velocity becomes 0. So final velocity will be 0. I want the time for up journey. Shall I take it as t1? I want. Okay. So what is our equation? V equal to u plus at. This is my equation. Okay. Put the values. 0 equal to u plus minus g into t is t1. Then you take this to the LHS side. Say gt1 is equal to u or t1 is equal to u by g. So what is the time for up journey? Time for up journey is equal to u by g. Keep in mind, very, very important. See, what is the time for up journey? Time is equal to u by g. Clear? Once again. Say your body is projected vertically upwards. Initial velocity is u. The body is moving up. Velocity will decrease. So acceleration is not acceleration. It is retardation. So negative. Then you are putting it as g. Then at the uppermost point, the velocity becomes 0. So v is equal to 0. Then time for up journey is taken as t1. Then putting the values in our equation, v equal to u plus at. Then v is 0. u a minus g t1. Then taking this to the LHS side, g t1 is equal to u, then t1 is equal to u by g. This is a time for up journey. Any problem? Now, time for down journey. Next one is time for down journey. Time for down journey. Okay, shall I calculate? See, from the uppermost point, your body is coming down. See, what is the initial velocity now? 0. Your body is coming down. So, as it comes down, in every 1 second, velocity increases by 9.8. So, velocity increases. So, your body is getting acceleration. So, its value is g. Am I right? Time for down journey is taken as what? T2. Time for down journey is T2. Shall I calculate? So, again, I am using the equation v equal to u plus at. Shall I substitute? V equal to u. What is u? 0 plus what is a? G into t1. Am I right? So v equal to gt1. Am I right? Now, what is v? See, your starting velocity was u. Your body is reaching the uppermost point. From there, it is reaching down to the same point. So this velocity is v. And v will be equal to what? u. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇവിടെ നിന്ന് ഒരു സാധനത്തിന് എറിഞ്ഞെന്നല്ലേ പറഞ്ഞേ. എറിഞ്ഞു കഴിഞ്ഞാൽ അത് മേലറ്റത്ത് പോയിട്ട് തിരിച്ച് അവിടെ എത്തുമ്പോൾ അതേ വെലോസിറ്റി ആവുന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ ഇവിടെ നിന്ന് എറിഞ്ഞ വെലോസിറ്റി എത്ര? യു വെലോസിറ്റിയിലാണ് എറിഞ്ഞത്. മേലെ പോയിട്ട് തിരിച്ച് അവിടെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കും? യു തന്നെ ആയിരിക്കും. ഒന്നും കൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി, നേരത്തെ ഞാൻ ഇവിടെ നിന്നല്ലേ ബോഡി എറിഞ്ഞത്, ഇവിടെ നിന്ന് എറിഞ്ഞ സാധനം മേലെ പോയി തിരിച്ച് അവിടെ തന്നെ വന്നില്ലേ? അവിടെ വരുമ്പോൾ അതേ വെലോസിറ്റി ആണെന്ന് നേരത്തെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് യു വെലോസിറ്റിയിലാണ് എറിഞ്ഞത്, മേലെ പോയിട്ട് തിരിച്ച് അവിടെ വരുമ്പം വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കും? യു തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ ഒന്നും കൂടെ, നമ്മൾ എത്ര വെലോസിറ്റിയിൽ എറിഞ്ഞ്? യു വെലോസിറ്റിയിൽ എറിഞ്ഞു. ഇത് മേലെ പോയി അവിടെ നിന്ന് തിരിച്ച് താഴെ അതേ സ്ഥലത്തെത്തുമ്പോഴത്തേക്കുള്ള വെലോസിറ്റി എന്ന് പറയുന്നതാണ് വി ആയിട്ട് എടുത്തത്. ആ വെലോസിറ്റിയുടെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും? യു തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വിക്ക് വേറെ എന്തെഴുതാം? യു. അപ്പൊ യു ഈസ് ഈക്വൽ ടു ജി ടി വൺ, സോറി ഇവിടെ T1 അല്ലല്ലോ, T2 അല്ലേ? GT2. ഓക്കെ, അപ്പൊ GT2. ഇനി നിങ്ങൾ പറയൂ, വാട്ട് ഈസ് T2? U by G എന്നല്ലേ. എന്താണ് കിട്ടിയത്? നേരത്തെ ടൈം ഫോർ അപ്പ് ജേണിയുടെ ആൻസറും U by G, ടൈം ഫോർ ഡൗൺ ജേണിയുടെ ആൻസറും U by G. അപ്പൊ അപ്വേർഡ് ജേണിയുടെയും ഡൗൺവേർഡ് ജേണിയുടെയും ടൈം എന്താണ്? സെയിം ആണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ. See, your body is returning back to my hands. Am I right? See, the body is now at the uppermost point. So, from the uppermost point, it is coming down. So, what is the initial velocity of your body? Initial velocity is 0. Your body is coming down. So, what will be the value of A? A will be equal to G. What is the time for down journey? It is T2. No problem. Then, shall I proceed? Then, putting the values in the equation V equal to U plus AT. What is V? V equal to what is U? 0 plus G into T2. So, V equal to GT2 is the equation. Now, I am asking you, from this point, I am projecting with a velocity U. It reaches the uppermost point and returns back. This velocity is V. That will be equal to what? U. So, V will be equal to what? U.
So u equal to g t2. Then what is t2? T2 equal to u by g. So time for down journey is again u by g. So time for up journey equal to time for down journey. Then my question is, what is a time of flight? Time of flight means time for up journey plus time for down journey. So time of flight is equal to time for up journey u by g. Time for down journey u by g. So total time of flight is equal to 2 times u by g. No problem. So what is the time of flight? Time of flight is equal to 2u by g. All these things you must keep in mind. Equation on the marandu. Payan starting out to chodicha paranjapam. Say we are considering a body projected vertically upwards. So first we are discussing about the motion upwards. Next we will discuss about the motion downwards. See, so we are considering the upward journey. Shall I consider the upward journey? See, upward journey. What is initial velocity? Initial velocity is u. The body is moving up. So what is A? A is minus g. Then up at the uppermost point, its velocity becomes 0. Am I right? Then time for up journey is what? T1. Okay. What is the equation we use? V equal to u plus at. Then what is V? 0 equal to u plus minus g into t1. This term is taken to the LHS side. So gt1 is equal to u, and what will be t1? T1 equal to u by g. This is a time for up journey. This is a time for up journey. Next about what? Down journey. See, your body is coming from the uppermost point. Am I right? So initial velocity is 0. Your body is coming down. So what is acceleration? Acceleration is g. Time for down journey is t2. Again, I am putting the values in the same equation. What is the equation? V equal to u plus at. Put the values. What is V? V equal to, what is u? 0 plus g t2. Then V equal to gt2. No problem. Then see, what is the initial velocity with which it is projected upwards? U. Then it reaches the uppermost point and returns back to the same point. Am I right? So this velocity is now V. So what will be the value of V? V will be equal to the initial velocity u. So instead of V, you write u. So u equal to gt2. Then what is t2? U by g. So time for down journey is also u by g. Then what is the next one? Time of flight. What is a time of flight? Time of flight is a sum of time for up journey and time for down journey. What is the time for up journey? U by g. Time for down journey? U by g. So time of flight is equal to 2 times u by g. Any problem? So what is the time of flight? 2u by g. So keep in mind, what is the time for up journey? U by g. Down journey? U by g. Total time of flight? 2u by g. Keep in mind. Shall I ask? So we are discussing about which motion? Vertical upward motion. What is the initial velocity? U. At the uppermost point, what is the velocity? 0. A minus g. So which equation are you using? V equal to u plus at. Put the values. Okay. Time is taken as t1. Then you calculate t1. T1 is equal to u by g. No problem. Then we are discussing about the downward motion. What is the initial velocity? 0. Okay. Then downward. See, what is a g? Then which equation again we are using? V equal to u plus at. T is taken as t2. Then I am getting this equation. Now your body is projected upwards with a velocity u. Okay. It reaches the uppermost point and returns to my hands. Am I right? So the velocity now is v. This velocity will be the same initial velocity u. Am I right? So v will be equal to u. So instead of v, you write u. U equal to gt2. Then what is t2? U by g. Then time of down journey is also u by g. Then what is time of flight? Time of flight means the time of up journey plus time of down journey. So you are getting 2u by g. Mansalaya?